മനസ്സിൽ കുന്നുകൂടിക്കിടക്കുന്ന എല്ലാത്തരം വിഷമങ്ങളും പ്രതിസന്ധികളും ഒഴുക്കിക്കളഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അത്ഭുത വഴിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കുന്ന മനസ്സിനെ ശുദ്ധീകരിക്കുന്ന കത്ത് അഥവാ മൈൻഡ് ക്ലെൻസിംഗ് ലെറ്റർ. ലൈഫ് ടൈം അഫർമേഷൻസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പെട്ടെന്നൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന്റെ പരിഹാരത്തിലേക്ക് എത്താൻ കഴിയാതെ ആ പ്രശ്നത്തിൽ തന്നെ നമ്മൾ കുടുങ്ങിക്കിടക്കാറുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ മനസ്സിലിട്ട് അതിന്റെ പേരിൽ നമുക്ക് ചുറ്റുമുള്ളവരോടും നമ്മെ സ്നേഹിക്കുന്നവരോടും എല്ലാം ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർ തന്ന മുറിവുകൾ പകയാക്കി ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടോ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെയോർത്ത് കടുത്ത കുറ്റബോധത്തിലും സങ്കടത്തിലും ജീവിക്കുന്നതുകൊണ്ടോ നമ്മുടെ മനസ്സിന് ഒട്ടും സമാധാനം കിട്ടില്ല. ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കാരണം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനോ സമാധാനത്തോടെ ജീവിക്കാനോ നമുക്ക് കഴിയില്ല. ഈ ദേഷ്യവും വേവലാതികളുമെല്ലാം നമ്മുടെ സ്വന്തം സന്തോഷത്തെയാണ് കെടുത്തുന്നത്. നമ്മളോട് തെറ്റ് ചെയ്തവർ നമ്മുടെ ഉള്ളിലെ ഈ വലിയ നീറ്റൽ അറിയുന്നേയില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി തന്നെ അവരോട് ക്ഷമിച്ച് അവർക്ക് മാപ്പ് നൽകണം. എന്നാൽ അവർ തന്ന പാഠങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ചിലർ ഒരിക്കലും മാറാൻ സാധ്യതയില്ലാത്തവരാണ് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുക തന്നെ വേണം. പക്ഷേ ആ അകലം പാലിക്കുമ്പോഴും ഉള്ളിലെ പകയും വിദ്വേഷവും സങ്കടങ്ങളും പൂർണ്ണമായി എടുത്തു കളയുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകും. നമ്മുടെ കർമ്മങ്ങളെല്ലാം വെറും യാന്ത്രികമായി മാറും. ഇനി കത്തെഴുതാൻ തുടങ്ങുന്നതിന് മുൻപായി നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ഈ കത്തെഴുതാൻ ശ്രദ്ധിക്കുക. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം മനസ്സ് സമ്മർദ്ദത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ ഇത് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങളെ വിഷമിപ്പിച്ച ഏതെങ്കിലും വ്യക്തികളോട് ഉള്ളിൽ കടുത്ത ദേഷ്യമോ വെറുപ്പോ പകയോ കൊണ്ടു നടക്കുന്നവർക്കും കുട്ടിക്കാലത്തുണ്ടായ ചില മോശം അനുഭവങ്ങൾ ഇപ്പോഴും മനസ്സിനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അവയ്ക്കും ഈ കത്തെഴുത്ത് രീതി ഒരു വലിയ മരുന്നാണ്. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഈ കത്തെഴുതാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ വളരെ റിലാക്സ്ഡായി സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് പഴയ വിഷമങ്ങളെല്ലാം മനസ്സിൽ നിന്ന് വെറുതെ ചികഞ്ഞെടുത്ത് ഇതെഴുതേണ്ടതില്ല. കാരണം അത് ഇല്ലാത്ത ദുഃഖത്തെയും സങ്കടങ്ങളെയും നമ്മളിലേക്ക് വിളിച്ചു വരുത്തുന്നത് പോലെയാകും. രണ്ടാമതായി, എഴുതിയ വരികൾ വീണ്ടും വായിച്ചു നോക്കി എഴുതരുത്. കാരണം അങ്ങനെ വീണ്ടും വായിക്കുമ്പോൾ ആ വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയും. അതുകൊണ്ട് വായിക്കാതെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തേക്കൊഴുക്കുക. ഇനി നമ്മൾ ഈ കത്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. എഴുതുന്ന കാര്യങ്ങൾ തികച്ചും സമാധാനത്തോടെ എഴുതി തീർക്കാൻ കഴിയുന്ന ശാന്തമായ ഒരു സ്ഥലം ഇതിനായി തിരഞ്ഞെടുക്കുക. അവിടെ ഇരുന്ന് ഒരു പേപ്പറും പേനയും എടുത്ത് പ്രപഞ്ചത്തിനെ അഭിസംബോധന ചെയ്ത് എഴുതി തുടങ്ങാം. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒട്ടുമൊളിക്കാതെ, ഒരു ഭയവുമില്ലാതെ അതുപോലെ തന്നെ പേപ്പറിലേക്ക് പകർത്തുക. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിങ്ങളെ വഴക്ക് പറയുകയും ആ വഴക്കിനിടയിൽ മോശമായ ഒരു വാക്ക് പ്രയോഗിക്കുകയും ചെയ്തു എന്ന് കരുതുക. ആ വാക്കാണ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചതെങ്കിൽ ആ വാക്കടക്കം പേപ്പറിൽ എഴുതാം. ഈ സമയത്ത് ആ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ദേഷ്യവും വെറുപ്പും എത്രത്തോളമാണോ അതെല്ലാം വാക്കുകളിലൂടെ പുറത്തേക്ക് കളയാം. പ്രശ്നങ്ങൾ മുഴുവൻ എഴുതിക്കഴിഞ്ഞാൽ അടുത്തതായി അതിന്റെ ഒരു പരിഹാരം എഴുതാം. എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്? അതിനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ എഴുതുക. ഇനിയൊരു വ്യക്തിയെ നിങ്ങളാണ് വേദനിപ്പിച്ചതെന്നും അതിന്റെ വിഷമത്തിലാണ് അല്ലെങ്കിൽ കുറ്റബോധത്തിലാണ് ഈ കത്ത് എഴുതുന്നതെന്നും കരുതുക. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നിങ്ങനെ ചെയ്തത് എന്നതിന്
നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു ന്യായം കണ്ടെത്തി അതിനുള്ള കാരണം എഴുതുക. എന്തുകൊണ്ടെന്നാൽ ഈ കത്ത് നമ്മൾ എഴുതുന്നത് നമ്മുടെ സ്വന്തം മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. ഇനി കത്തിന്റെ അവസാന ഭാഗത്ത് ആ വ്യക്തിയെ വളരെ മാന്യമായി മാത്രം അഭിസംബോധന ചെയ്യുക. വ്യക്തിയുടെ പേരോ നിങ്ങൾ വിളിക്കുന്ന പേരോ എഴുതിയതിനു ശേഷം ഇങ്ങനെ എഴുതുക: നിങ്ങൾ എന്നോട് ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഞാൻ നിങ്ങളോട് പരിപൂർണമായും ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മനസ്സിലിപ്പോൾ നിങ്ങളോട് സ്നേഹം മാത്രമാണുള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രം ഞാൻ സൂക്ഷിക്കുന്നു. ബാക്കിയുള്ളവയെല്ലാം ഞാൻ ഈ കത്തിലൂടെ ഉപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായും ക്ഷമിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തെക്കുറിച്ച് ഇത്രയും കാലം ചിന്തിച്ചുകൂട്ടി ഇതിനെല്ലാം മനസ്സിൽ സ്ഥാനം നൽകിയതിന് ഞാൻ എന്നോട് തന്നെയും ക്ഷമിക്കുന്നു. ഇത്രയും എഴുതിക്കഴിഞ്ഞാൽ വേഗം ആ കത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ നശിപ്പിച്ചു കളയണം. കീറിക്കളയുകയോ കത്തിക്കുകയോ ചെയ്യാം. അഗ്നിശുദ്ധി എന്ന് പറയുന്നത് പോലെ കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത്. ആ പേപ്പർ പൂർണ്ണമായി കത്തിത്തീരുന്നത് നിങ്ങൾ ശാന്തമായി നോക്കി നിൽക്കുക. പേപ്പർ കത്തിച്ചാമ്പലാകുന്നതോടെ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും കത്തിയമർന്നു എന്നും നിങ്ങളുടെ മനസ്സ് ശുദ്ധിയായി എന്നും ഉറച്ചു വിശ്വസിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ നിത്യജീവിതത്തിലെ കർമ്മകാര്യങ്ങളിൽ പൂർണ്ണമായി മുഴുകുക. പിന്നീട് എപ്പോഴെങ്കിലും ഈ വിഷമം വീണ്ടും വരികയാണെങ്കിൽ അപ്പോൾ മാത്രം ഇതേ രീതി വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാകും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായി മാറാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസകരമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ പോസിറ്റീവ് വീഡിയോകൾക്കായി ലൈഫ് ടൈം അഫർമേഷൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി.